മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഞാൻ വചന ശുശ്രൂഷ യൂട്യൂബിലൂടെ ചെയ്യുവാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 145 എപ്പിസോഡുകൾ ദൈവകൃപയാൽ എനിക്ക് ചെയ്യുവാൻ സാധിച്ചു. ഇതിനിടയിൽ പല രീതിയിലുള്ള തടസ്സങ്ങളും ഒക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെയധികം പേർ ഈ അഭിഷേകം നിലനിർത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ദൈവവചനം നാം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും പ്രാവർത്തികമാക്കുവാനും കർത്താവിൽ നിന്നുള്ള വരം ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. വചനം ഉദ്ഘോഷിക്കുന്ന പലരും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും ഈ കൂട്ടത്തിൽ പലരും അഭിഷേകം നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഉദരത്തിന് വേണ്ടിയിട്ട് യേശുവിനെ പ്രഘോഷിക്കുന്നവരുണ്ട്. എന്നാൽ ഇതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ജീവിതം കൊണ്ട് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. പലരും ധരിക്കുന്നത് നമ്മളുടെ അധരം കൊണ്ട് പ്രഘോഷിക്കൽ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ശുശ്രൂഷകളിലും, ഒരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ നേഴ്സും ഡോക്ടേഴ്സിനും, അതല്ല ബിസിനസ്സുകാരനാണെങ്കിൽ ആ ബിസിനസ് ചെയ്യുമ്പോൾ അതിലുള്ള ഓരോ സർവീസുകൾ ചെയ്യുമ്പോഴും ആരോഗ്യവും ആയുസ്സും എല്ലാം ലഭിച്ചതിനോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ ഓരോ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും ഇത് ദൈവകൃപയാൽ എനിക്ക് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ള ആ പ്രൊക്ലമേഷൻ, അത് ചെയ്യലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും സുവിശേഷം ഉദ്ഘോഷിക്കുവാൻ പറ്റും. നാം യേശുവിനെ അനുകരിക്കുന്നവരാണ്, യേശു നൽകിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഞാൻ നിത്യജീവനിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി സത്യദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ള സത്യം നാം ലോകത്തെ അറിയിക്കണം. അതിന് നാം ചെയ്യേണ്ട പ്രവർത്തനം എന്തെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെടുത്തി തരും. ആ കൃപയിലൂടെ പോകുമ്പോൾ മാത്രമാണ് നിത്യമായ ജീവനിലേക്കും സ്വർഗരാജ്യത്തിലേക്കും കർത്താവായ ദൈവം നമുക്ക് നൽകിയ നിത്യ ആനന്ദത്തിലേക്കും എത്തിച്ചേരുവാൻ സാധ്യമാകും. ആയതിനാൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് ഞാൻ നന്ദി പറയുന്നുണ്ട്. അതേസമയം തടസ്സപ്പെടുത്തുന്നവരോടും ഞാൻ നന്ദി പറയുന്നുണ്ട്. കാരണം ഞാൻ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള അവസരം എനിക്ക് നിങ്ങൾ സമ്മാനിക്കുന്നു. തീർച്ചയായിട്ടും ഈ ജീവിതകാലം അത്രയും എനിക്ക് സുവിശേഷം ഉദ്ഘോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ലോകത്തെവിടെയും, യൂട്യൂബിൽ മാത്രമല്ല എവിടെയും കിട്ടുന്ന ദൈവം എനിക്കായിട്ട് ഒരുക്കി തരുന്ന, ഞാൻ ഒരു സമ്പത്തിനും വേണ്ടിയിട്ടല്ല വചന ശുശ്രൂഷ ചെയ്യുന്നത്. എനിക്കത് ആഗ്രഹമില്ല. എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ എൻ്റെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ അവിടെയെല്ലാം എൻ്റെ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലെ ഡോറിലാണെങ്കിലും ഞാൻ സാംസ് 23-ാം അധ്യായമാണ് അവിടെ കർത്താവാണ് എൻ്റെ ഇടയൻ എന്നുള്ള ആ സന്ദേശം ഞാൻ മറ്റുള്ളവരിലേക്ക് ഞാൻ പകർന്നു കൊടുക്കുന്നുണ്ട്. സത്യദൈവത്തെ അറിയിക്കുവാനായിട്ടുള്ള അവസരം മാത്രം ഞാൻ ഈ അവസരങ്ങളെല്ലാം വിനിയോഗിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയ ഓരോ അവസരങ്ങളും നഷ്ടപ്പെടുത്താതെ നമ്മുടെ നിത്യജീവനിലേക്കുള്ള സമ്പാദ്യം നാം ഒരുക്കി വെക്കുക. ഈ ഭൂമിയിലേക്ക് സ്വരുക്കൂട്ടുന്നതെല്ലാം കള്ളന്മാരും ചിതലരിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഓരോ നിമിഷവും കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ എനിക്ക് ഇങ്ങനെ ഉദ്ഘോഷിക്കുവാൻ, എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റിയത്, എൻ്റെ ഓരോ പ്രവർത്തന മേഖലയിലും കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്ന അവസരങ്ങളെയെല്ലാം വിനിയോഗിച്ച് നമ്മളുടെ നിത്യജീവനിലേക്ക് സമ്പാദ്യം കൂട്ടിയെടുക്കുക എന്നാണ് വിവേകമതിയായ, ബുദ്ധിമതിയായ കന്യകമാരെ പോലെ നാം ജീവിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ കർത്താവായ യേശു. നിങ്ങൾക്കും അതെല്ലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനുള്ള കൃപാവരങ്ങളാൽ സമ്പന്നമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പാണശ്ശേരി.